ഹേ ഗായ്സ്, ഞാൻ അൻവിൻ. പ്ലാൻ ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ബേർഡ് നെസ്റ്റ് ഫേണിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ബേർഡ് നെസ്റ്റ് ഫേൺ. എൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു 2 ആഴ്ചത്തോളമായി. ഞാൻ നഴ്സറിയിൽ നിന്നാണ് ഇത് മേടിച്ചത്. അധികം നഴ്സറിയിലും കണ്ടുവരാത്ത ഒരു പ്ലാന്റാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. ഇത് ഭയങ്കര റയറായിട്ടും കാണപ്പെടുന്ന ഒരു പ്ലാന്റാണ് ബേർഡ് നെസ്റ്റ് ഫേൺ. പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ആവാത്തൊരു പ്ലാന്റാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈസിലി പ്രൊപ്പഗേഷൻ നടക്കുന്നില്ല. ഇതിൻ്റെ ലീവ്സിൻ്റെ അടിയിൽ വരുന്ന സ്പോർട്സിലൂടെയാണ് ഇതിന് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഞാനിവിടെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഈ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഈ സ്പോർട്സിൽ നിന്നാണ് ഈ പ്ലാന്റിന് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. ഈ സ്പോർട്സ് പറന്നു പോയി പല പ്ലാന്റ്സിൻ്റെ തടിയിലും അതുപോലെ മരങ്ങളുടെ തടിയിലും അതുപോലെ ഓർക്കിഡിൻ്റെ പോട്ട്സ് എന്ന് പറയുന്നത് നല്ല തണവ് തട്ടുന്ന ഈ മണ്ണിൽ ഉണ്ടാകുന്നതിലേക്കാളും കൂടുതലായി ഇത് പ്രൊപ്പഗേറ്റ് ആയിട്ട് മുളച്ചു വരുന്നത് ഇങ്ങനെയുള്ള വിൻഡ് പോളിനേഷനിലൂടെ ഇങ്ങനെയുള്ള ഓരോ ചെടികളുടെ തടികളിലും അങ്ങനെയുള്ള തണവ് നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ പ്ലാന്റ്സിൻ്റെ തൈകൾ പ്രൊപ്പഗേറ്റ് ആയിട്ട് പുതിയ കുഞ്ഞു കുഞ്ഞു തൈകളായിട്ട് വലുതാവുന്നത്. അപ്പോൾ അങ്ങനെ ആമസോൺ റെയിൻ കാടുകളിലും അതുപോലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലും കണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. ഈ ബേർഡ് നെസ്റ്റ് ഫേണിൽ തന്നെ പലതരം വെറൈറ്റീസ് ഉണ്ട്. ക്രിസ്റ്റാറ്റ, അതുപോലെ ലസാഗ്ന, സിൽവർ വിങ്, അതുപോലെ പലതരം ഒട്ടനവധികം വെറൈറ്റീസ് വരുന്നുണ്ട് ഈ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഗ്രൂപ്പിൽ. ആസ്പ്ലിനിയം നിഡസ് എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിം ഉള്ളതാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. ബേർഡ് നെസ്റ്റ് ഫേൺ അറിയപ്പെടുന്നത്, ഇത് കോമൺലി അറിയപ്പെടുന്ന ഒരു പേരാണ്. ഇതിൻ്റെ ഈ ആകൃതി കൊണ്ട് തന്നെയാണ് ഇതിന് ബേർഡ് നെസ്റ്റ് ഫേൺ എന്നുള്ള പേര് വരാനായിട്ടുള്ള കാരണം. ഇതിന് ഈ ഇങ്ങനെയുള്ള ഒരു സർക്കുലർ ഷേപ്പിൽ ഉള്ളത് കൊണ്ടും ഇതിനൊരു കിളിക്കൂടിൻ്റെ ആകൃതി ഉള്ളതുകൊണ്ടുമാണ് ഇതിനൊരു ബേർഡ് നെസ്റ്റ് ഫേൺ എന്നുള്ള പേരിലോട്ട് ഈ ചെടിക്ക് ലഭിക്കാൻ കാരണം വന്നിട്ടുള്ളത്. അതുപോലെ ഈ നല്ലൊരു പ്ലാന്റാണ് എന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ്, ആരും നോക്കുന്ന ഒരു പ്ലാന്റാണ്. അത് അങ്ങനെ പല രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ വന്നിട്ട്. ഇതിൻ്റെ ലീവ്സ് നല്ല രീതിയിൽ ലെങ്ത്ത് വെക്കുന്ന ഒരു ലീവ്സാണ്. ഇതിൻ്റെ ലീവ്സിന് നമ്മൾ ഫോൺസ് എന്നാണ് പൊതുവേ പറയാം. ഫോൺസ് നല്ല രീതിയിൽ നീളം വെക്കുകയും നല്ല രീതിയിൽ വീതി വരികയും ചെയ്യുന്നു. അത് ഇത് മെച്യൂർ ആവുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ലീവ്സിനെ നീളം വെക്കുകയും അതുപോലെ വീതി വയ്ക്കുകയും എല്ലാം ചെയ്യുന്നത്. വലിയൊരു പ്ലാന്റായി മാറുന്ന, ഒരാളുടെ അത്രയും വലുപ്പം വരുന്ന ഒരു പ്ലാന്റാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. ഈ ബേർഡ് നെസ്റ്റ് ഫേൺ പൊതുവെ ഒരു എപ്പിഫൈറ്റ് ആണ്. ഇങ്ങനെ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വരുന്ന ഒരു പ്ലാന്റാണ് ഈ ബേർഡ് നെസ്റ്റ് ഫേൺ. അതുപോലെ ഈ പ്ലാന്റ്സിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് കാണുന്നുണ്ടോ, ഈ റൂട്ട്സാണ് ഇങ്ങനെ ഒരു ബ്രൗൺ ഷെയ്ഡിൽ കാണുന്നതാണ് ഇതിൻ്റെ റൂട്ട്സ്. ഈ റൂട്ട്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആണ്. ഇത് നമുക്ക് തൊടുമ്പോൾ സ്പോഞ്ച് പോലെ ആണെങ്കിലും നല്ല രീതിയിൽ കുറേ റൂട്ട്സ് വന്ന് അത് ഒരു മരത്തിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ എത്ര വലിയ കാറ്റ് വന്നാലും അതിന് ഈ ചെടിക്ക് ഒന്നും സംഭവിക്കില്ല. അത്രയും സ്ട്രോങ് ആണ് ഇതിൻ്റെ റൂട്ട്സ്. നല്ല രീതിയിൽ ഫേൺസൊക്കെ ഇങ്ങനെ മരങ്ങളിൽ പറ്റിപ്പിടിക്കുന്നത് അതിൻ്റെ റൂട്ട് മോഡിഫിക്കേഷൻ കൊണ്ടാണ്. അതുപോലെയുള്ള ഒരു റൂട്ട് മോഡിഫിക്കേഷൻ ആണ് ഈ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ. നല്ല രീതിയിൽ നല്ല സ്ട്രോങ്ങിൽ നിർത്താൻ സാധിക്കും ഈ റൂട്ട്സിന്. ഈ പ്ലാന്റിന് അവിടെ ഇവിടെയായി ഇങ്ങനെയുള്ള ഈ സ്പോർട്സ് കാണുന്നത് ഇത് അവിടുത്തെ വെയിൽ തട്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാൻ നമുക്ക് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റിൽ തന്നെ വെക്കാൻ സാധിക്കുക. എന്നാലാണ് ഇതിൻ്റെ ആ നാച്ചുറൽ കളറിലോട്ട് ഇതെത്തുക. ഇതിൻ്റെ ഒരു യഥാർത്ഥ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോയിഷ് ഷെയ്ഡാണ്. ആ ഷെയ്ഡിലോട്ട് ആണ് ഇതിൻ്റെ പൂർണ്ണമായ ഭംഗി ഇതിന് എടുത്തു കാണിക്കുന്നത്. അതിൻ്റെ ഈ ബ്ലാക്ക് ഇങ്ങനെയുള്ള ലൈൻസും അതുപോലെ ഈ ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോയിഷ് ഷെയ്ഡാണ് ഇതിൻ്റെ ഭംഗി ഈ പ്ലാന്റിന് കൊടുക്കുന്നത്. അതുപോലെ ഈ പ്ലാന്റിൻ്റെ ആകൃതിയും ഈ പ്ലാന്റിന് ഒട്ടനവധിയിലുള്ള അധികം ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അതുപോലെ
ഇത് തീരെ കിട്ടാത്തത് കൊണ്ടും നല്ല മൂല്യമുള്ള പ്ലാന്റായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ പ്ലാന്റ് ലവേഴ്സിൻ്റെ ഒക്കെ കയ്യിലാണ് പൊതുവെ ഇപ്പോൾ ഇത് എത്തിയിട്ടുള്ളൂ. അതുപോലെ പിന്നെ കുറേ പേരുടെ കയ്യിലുണ്ട്. പിന്നെ ഇത് പ്രൊപ്പഗേഷൻ ഭയങ്കര ഈസിലി അല്ലാത്തത് കൊണ്ടാണ് ഇത് അധികം പേരുടെ കയ്യിലും എത്താത്തതിൻ്റെ കാരണം വരുന്നത്. പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഇതിന് കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറായിട്ട് വാട്ടർ ചെയ്യാതിരിക്കുക. ഒരു ഫേൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മഴക്കാലത്ത് അതിനുള്ള പൊതുവേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മഴക്കാലത്ത് അതിൻ്റെ മാക്സിമം അത് വെള്ളം ശേഖരിച്ച് അതിൻ്റെ വെള്ളമുള്ള ഭാഗത്ത് മാത്രമാണ് അത് വലുതാവുള്ളൂ. അപ്പോൾ അതുപോലെ തണവും നല്ല രീതിയിലുള്ള വാട്ടർ ആവശ്യമാണ്. പക്ഷേ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്രൗൺ പോർഷൻ ഈ ഒരു പോർഷനിൽ ചീഞ്ഞു പോകാനും ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ പ്ലാന്റിന് അത്ര സെൻസിറ്റീവ് അല്ല, വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒരുവിധം വെയിലെല്ലാം ഇത് ടോളറേറ്റ് ചെയ്യാനുള്ള ഇതുണ്ട്. ബാക്കി ഉള്ള നല്ല ചൂട് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ഈ പ്ലാന്റിനെ നമുക്ക് അങ്ങനെ വെള്ളം അധികം ഒഴിച്ചു കൊടുക്കാണ്ട് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ വളങ്ങളെല്ലാം ആവശ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നൊന്നും ഞാൻ നിർബന്ധം പറയുന്നില്ല. നമുക്ക് കൊല്ലത്തിലോ അതുപോലെ ഒരു 6 മാസം കൂടുമ്പോഴോ എങ്ങാനും വളം ചെയ്ത് കൊടുത്താലും മതി. അത്ര ഈ ചെടിക്ക് ആവശ്യമുള്ളൂ. അധികം ഓവറായിട്ട് വളം ചെയ്ത് കൊടുത്താലും നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്ലാന്റ് നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓവർ കെയറിങ് ചെയ്യാതിരിക്കുക. എന്നാൽ ഇതിൻ്റെ ലീഫ് അടിയിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞൊക്കെ പോകുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ പ്ലാന്റിനെ എപ്പോഴും ഒരു വൃത്തിയിൽ സൂക്ഷിക്കാൻ സാധിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പ്രാണികളെല്ലാം കയറിയിരുന്ന് ഓരോ അവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ചെടി ചിലപ്പോൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അടിയിലുള്ള ലീവ്സ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം. അത്രയും മാത്രമാണ് ഇതിൻ്റെ കെയറിങ്ങിൻ്റെ സെക്ഷനിൽ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിനെ റിപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഇങ്ങനെയുള്ള ഒരു കവറിലാണ് ഞാനന്ന് മേടിച്ചത്. അപ്പോൾ നമുക്ക് ഈ കവർ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാനൊരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റർ എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് നമുക്ക് നിർബന്ധമാണ്. കാരണം നമ്മുടെ മക്കളെ അവർക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാനാണ് നമ്മളിങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഇതെൻ്റെ കയ്യിലുള്ളൊരു പഴയ കത്രികയാണ്. അപ്പോൾ ഞാനിതിന് കവറൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചട്ടി എടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉള്ളൊരു ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇരുന്നേന്നൊരു ചട്ടിയാണ്. ഇതൊരു 4 ഇഞ്ചിൻ്റെ പോട്ടാണ്. അപ്പോൾ അത്രയും സൈസ് ഇല്ലാത്തൊരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ 4 ഇഞ്ചിൻ്റെ പോട്ട് എടുത്തത്. നമുക്ക് പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് പോട്ട് നമുക്ക് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ ഡ്രെയിനേജ് ഉണ്ടായിരിക്കണം. വെള്ളം കെട്ടി നിന്ന് നമ്മുടെ പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നശിച്ചു പോകുന്നത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഡ്രെയിനേജ് വേണമെന്ന് ഞാൻ നിർബന്ധം പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റിൻ്റെ ഇതിൽ നമുക്ക് ഉള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാം. പോട്ടിംഗ് മിക്സിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് മണൽ, അതുപോലെ 1:2:3 എന്ന റേഷ്യോയിലാണ് ഞാൻ മണൽ അതുപോലെ ഈ ആട്ടുംകാഷ്ടം എടുത്തിട്ടുള്ളത്. അപ്പോൾ 1:2:3 എന്ന് പറയുമ്പോൾ 1 വരുന്നത് ആട്ടുംകാഷ്ടം, 2 മണൽ, 3 മണ്ണ്, അങ്ങനെയാണ് റേഷ്യോ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു റേഷ്യോയിലുള്ള രീതിയിലാണ് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രെയിനേജിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു അടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഒന്ന് സപ്പോർട്ടിന് കൊടുക്കണം. അപ്പോൾ ഡ്രെയിനേജിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പഴയ ഈ ലീവ്സിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയും അതുപോലെ കുറച്ച് അടയ്ക്കാത്തതിൻ്റെ ഇതുമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളത് എന്തെങ്കിലും ഇട്ട് കൊടുത്ത് ഡ്രെയിനേജിൻ്റെ ഇതൊന്ന് കറക്റ്റാക്കുക. വെള്ളം നല്ല രീതിയിൽ വാർന്നു പോകാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പോട്ടിംഗ് മിക്സും കൂടി നിറച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മണ്ണും കൂടി ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ക്രൗൺ പോർഷനിലേക്ക് മണ്ണ് വരാത്ത രീതിയിൽ, ഇത് കുഞ്ഞു കുഞ്ഞു മണ്ണിൻ്റെ തരികളാണ്.
അപ്പോൾ അത് കുഴപ്പമില്ല. ഈ മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇവിടെ ഈ ഒരു ലെവലിൽ, ഈ താഴത്തെ ഈ പൊസിഷൻ്റെ ഈ ലെവലിൽ മാത്രമാണ് മണ്ണ് നിർത്താൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്കുള്ള ലെവലിലേക്ക് മണ്ണ് നിന്നാൽ നമ്മുടെ ഈ ക്രൗൺ പോർഷൻ ചീഞ്ഞ് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള അതിൻ്റെ തൊട്ട് താഴെ വരെയുള്ള ഭാഗത്ത് മാത്രമാണ് നമ്മൾ മണ്ണ് ഇടാൻ പാടുള്ളതുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ഒരു പൊസിഷനിൽ നമുക്ക് മണ്ണ് ഡ്രൈ ആവുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി മാത്രം നമുക്ക് വാട്ടർ ചെയ്യാം. അപ്പോൾ നമുക്കിതിന് ഇപ്പോൾ നട്ടതിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഡ്രെയിനേജ് ആണോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. വെള്ളം താഴത്തുകൂടെ വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ ഒഴിച്ച വെള്ളം ഈ ഇട്ട മണ്ണിൽ ഫുള്ള് നനഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ താഴത്തുകൂടെ വെള്ളം വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ താഴത്തുകൂടെ വെള്ളം വരുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ മാത്രമാണ്, അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവനായി നമ്മൾ ഇട്ട് കൊടുത്ത മണ്ണ് നനഞ്ഞെന്ന് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് മാത്രം നമുക്ക് നനച്ച് കൊടുത്താൽ മാത്രം മതി. അതിന് മുമ്പ് നമ്മൾ ഓവർ വാട്ടർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ മണ്ണിഞ്ഞ് ഉണങ്ങുമ്പോൾ മാത്രം നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ എനിവേ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ബേർഡ് നെസ്റ്റ് ഫാനിനെ കെയർ ചെയ്യാവുന്നതും നമുക്ക് അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാവുന്നതെല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കാണാം. അപ്പോൾ ബൈ.